അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് അൺകണ്ടീഷണൽ ബെയിലല്ലല്ലോ നൽകിയേക്കുന്നത്, കണ്ടീഷണൽ ബെയിൽ തന്നെയാണല്ലോ ഉള്ളത്. എന്തൊക്കെയാണ് ആ ബെയിലിൻ്റെ കണ്ടീഷൻ എന്നുള്ളത് ഈ 94 പേജ് വരുന്ന വിധിന്യായത്തിൻ്റെ അവസാന പേജുകളിൽ 1 മുതൽ 10 വരെ വിശദമായി നൽകിയിട്ടുമുണ്ട്. അപ്പോൾ അത് പിന്നെ അൺകണ്ടീഷണലാണ് എന്നാരും പറയില്ലല്ലോ. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പം നേരത്തെ ഇതേ കോടതി തന്നെ ഈ കേസിലെ മറ്റൊരു പ്രതിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശ്രീകുമാറിന് ജാമ്യം കൊടുത്തിട്ടുണ്ട്. ഇതേ കാര്യം പറഞ്ഞു തന്നെയാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവർക്ക് മാത്രമല്ല ഈ ജാമ്യം അർഹതപ്പെട്ടതും നൽകിയിട്ടുള്ളതും. ഇതേ കാരണങ്ങൾ തന്നെ പറഞ്ഞാണ് ശ്രീകുമാറിനും ജാമ്യം കൊടുത്തത്. എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ശ്രീകുമാറിന്റെ കാര്യമാണോ ജയേന്ദ്രൻ സാർ പറഞ്ഞത്? അല്ല, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മറ്റേ തിരുവനന്തപുരത്ത് ചെമ്പഴന്തി സ്വദേശിയായ ശ്രീകുമാറുണ്ടല്ലോ. അതെ. അല്ല, അദ്ദേഹത്തിന് ഏത് കാരണം പറഞ്ഞാണ് ജാമ്യം കൊടുത്തത്? ഇതുപോലെ തന്നെ തെളിവില്ല എന്ന് പറഞ്ഞിട്ടോ? അല്ല, തെളിവില്ലാന്ന് ഇദ്ദേഹത്തിന്റെ കാര്യത്തിലോ അദ്ദേഹത്തിന്റെ കാര്യത്തിലോ ഒന്നും പറയുന്നില്ല. അല്ല, പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. വെരി ഇമ്പോർട്ടന്റ്ലി there is nothing on record for the matter, not even an iota of evidence from the side of the special investigation team to establish any positive involvement on the part of the petitioner in the alleged irregularities. അതായത് കുറ്റം ചെയ്തു എന്നും ചെയ്ത കുറ്റങ്ങൾ ഇതാണെന്നും പ്രത്യേക അന്വേഷണ സംഘം അതിന്റെ പേരിൽ ചുമത്തപ്പെട്ട കേസുകളും തെളിയിക്കാവുന്ന കണിക പോലും, ഒരു തെളിവിന്റെ കണിക പോലും ഹാജരാക്കാൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പിന്നെ ഗോപീഷൻ ഞാൻ പറഞ്ഞ അതുകൊണ്ട് തന്നെയാണ് കോടതി ഈ വ്യവസ്ഥകളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അൺകണ്ടീഷണലായിട്ടുള്ള ഒരു ബെയിലല്ലല്ലോ കൊടുത്തേക്കെന്ന് ഞാൻ ചോദിച്ചു. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം തുടർന്ന് നടക്കുകയാണല്ലോ. ഇനി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെക്കേണ്ട സാഹചര്യമില്ല എന്ന് തന്നെ കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഇനി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെക്കേണ്ട സാഹചര്യമില്ല എന്ന് വ്യക്തമാക്കുമ്പോൾ ഇത്രയും കാലവും SIT അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ചത് തെറ്റാണ് എന്ന് ഈ കോടതി എവിടെയും പറയുന്നില്ലല്ലോ. അയോട്ട് ഓഫ് എവിഡൻസിൻ്റെ കാര്യം താങ്കൾ പറഞ്ഞത് ശരിയാണ്, അത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും കാലം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ചത് തെറ്റാണെന്ന് കോടതി പറഞ്ഞിട്ടില്ല.